ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടീൻ്റെ റെസിപ്പി ആട്ടോ. നമുക്ക് ഓണത്തിന് നേരത്തെ തയ്യാറാക്കി വെക്കാൻ പറ്റിയൊരു ഐറ്റമാണല്ലോ ശർക്കര വരട്ടി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ പഴയ ഓയിലൊക്കെ അല്ലേ ഉണ്ടാക്കുക. നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ പച്ചക്കായ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ശർക്കര വരട്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി ഇതിലേക്ക് ഒരു 1.5 കിലോ പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ചെറിയ ടൈപ്പ് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കൃഷി ഉള്ളതുകൊണ്ട് പുറത്ത് കാറ്റത്തൊക്കെ ഒടിഞ്ഞു പോകുന്നത് പുറത്ത് കൊടുക്കാൻ പറ്റാത്ത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ചിപ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാറാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുത്ത് വലിയ സൈസാണെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പഴത്തിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഇത് ഓരോന്നെടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക. ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. മുഴുവൻ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെറിയ കായാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ നടുകെന്ന് കീറിയിട്ട് ഇനി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ വലിയ കായാണ് എടുത്തിട്ടുള്ളത് ഈ 4ആയിട്ട് കീറിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിവിടെ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വറുത്ത് കോരാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കായ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തീ കൂട്ടിയിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് തമ്മിൽ ഒട്ടി പിടിക്കാതെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. നമ്മൾ ഒരുപാട് അങ്ങ് തീ കൂട്ടിയിട്ടാൽ അകം പുറവും ഒരുപോലെ വെന്ത് കിട്ടൂല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിലായിട്ട് എണ്ണയുടെ മുകളിലായിട്ട് ഇതുപോലെ ചിപ്സ് ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കായ കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. മുഴുവൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിഞ്ഞിട്ടുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മൾ സാധാരണയായിട്ട് വെക്കാറുള്ള അരി ഒന്ന് വറുത്തെടുത്താട്ടോ കഴുകിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചുക്കുപൊടിയും ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടിയും പൊടിച്ചെടുക്കണം. നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഉരുളിയാട്ടോ ഇത് തയ്യാറാക്കാൻ. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനും ഇതുപോലെ അടി പരന്നിട്ടുള്ള പാത്രമാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് കോരിയെടുത്ത കായതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശർക്കരപ്പാനി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിത് ഇളക്കാനും ബുദ്ധിമുട്ടായി വരും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് അടി കട്ടിയുള്ളതും അതുപോലെ ഇതുപോലെ അടി നല്ല പരന്നിട്ടുള്ള പാത്രമായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അരിപ്പൊടി നമ്മൾ കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഞാനിവിടെ അരിപ്പൊടി ചേർക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ടായിരുന്നു, ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോന്നും വിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിലും രുചികരമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ശർക്കര വരട്ടി. നമുക്ക് ഓണത്തിനൊക്കെ മുൻകൂട്ടി ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്.